നമ്മളെ കുടുകുട ചിരിപ്പിച്ചും അതുപോലെ തന്നെ കരയിപ്പിച്ചും നമ്മളെ എല്ലാവരുടെയും ഒരു ചെറുപ്പകാലം തൊട്ടുള്ളൊരു ഏറ്റവും അടുത്തൊരു കണ്ടു. അതുപോലെ ഓഗസ്റ്റ് 2 റിലീസ് ആവുകയാണ്. സിനിമയെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. സോ ആസിഫ് അലിയെ ക്ഷണിക്കുന്നു. എന്തൊരു അനധിയാണ്, എന്തൊരു പൊളിയാണിത് ഈ മഴയത്തും. ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഷൂട്ട് ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് യൂസിലേക്ക് വരുന്നത്. ഈ ഗ്രൗണ്ടിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, ഈ കോളേജിൽ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരുപാട് സീനിയേഴ്സ് എന്റെ സുഹൃത്തുക്കളാണ്, RJ മാത്തുക്കുട്ടി ഉൾപ്പെടെ. ഓക്കെ, സീനിയേഴ്സിനെ പറ്റി പറയണ്ട, ജൂനിയേഴ്സിനെ പറ്റി പറയാം. ഫ്രഷേഴ്സ്, ഈ ദിവസം നിങ്ങളുടേതാണ്. ഈ മഹത്തായ UC കോളേജിന്റെ ഭാഗമായി നിങ്ങൾ മാറുന്ന ദിവസമാണ് ഇന്ന്. ഇത്രയും വലിയൊരു ഇവന്റ് ഫ്രഷേഴ്സ് ഡേക്ക് വെച്ച് ഇവരെ വെൽക്കം ചെയ്യുന്ന ഇന്ന് KSUവിന് എന്റെ എല്ലാവിധ ആശംസകളും. കോളേജിന്റെ ഭാഗമായി, ചരിത്രത്തിന്റെ ഭാഗമായി ഈ ഫ്രഷേഴ്സിനെ എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഇവിടെ വന്നതിന്റെ കാര്യം പറയാം. അഡിയോസ് അമീഗോ. എന്തുപറ്റി? UC വേണ്ട. അഡിയോസ് അമീഗോ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷൻ ഇന്ന് മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് കോളേജ് വെച്ച്. അപ്പൊ ഇതിനും വലിയ ഒരു സ്റ്റാർട്ട് കിട്ടാനില്ല, ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ആ ജഡ്ജ്മെന്റ് തെറ്റില്ല. ഈ എനർജി ഇനി പ്രൊമോഷന് ഞങ്ങൾക്ക് മുന്നോട്ട് വേണം. ഞാനും സുരാജേട്ടൻ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണിത്. ഒരു ക്ലീൻ എന്റർടൈനറാണ്. ഹലോ വേണ്ട, ടേക്ക് ഇറ്റ് ഈസി. നമ്മൾ എന്താ പറയാ, എതിരെ നിൽക്കുന്നവന്റെ മനസ്സൊന്നും അറിയാൻ ശ്രമിക്കൂ. സൗഹൃദത്തിന്റെ കഥയാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. അത് മതി നമുക്ക്. ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വന്നതാണ്. സുരാജേട്ടനോട് ആദ്യമായിട്ടാണ് ഇത്രയും ത്രൂ ഔട്ട് ഒരു സിനിമ ഞാൻ ചെയ്യുന്നത്. ഒരു ഫൺ എന്റർടൈനർ ആയിരിക്കണം ഈ സിനിമ. കുഴപ്പമില്ല, ഇതൊക്കെ കോളേജിന്റെ ഭാഗമാണ്. ഇതും കൂടെ ഉണ്ടെങ്കിലേ കോളേജ് ലൈഫ് ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ച ടെൻഷനും ഒക്കെയാണ് പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള മെമ്മറീസ് ഉണ്ടാക്കാം. നിങ്ങൾ ബ്രേക്കപ്പ് ആവും, വീണ്ടും പ്രേമിക്കുക. എവിടെയാണോ ഉള്ളത് അത് ആസ്വദിക്കുക കേട്ടോ. ഇനി 5-10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റീയൂണിയൻ വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത്. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തൊരു അടിപൊളി കോളേജാണ് ഫ്രഷേഴ്സ്. ഈ കോളേജിൽ നിങ്ങൾ ആസ്വദിക്കുക. ഓക്കെ, കേരളത്തിൽ ഇപ്പോഴും ഇത്രയും എനർജിയുള്ള കോളേജസും ക്യാമ്പസും സ്റ്റുഡൻസും ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരും ലൈഫിൽ അടിപൊളിയാവട്ടെ. ഈ എനർജി ലൈഫിൽ എപ്പോഴും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട മലയാള ചിത്രത്തിലെ പ്രിയപ്പെട്ട നടൻ സുരാജേട്ടനെ UC കോളേജിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. അപ്പം അതിനൊരു ഇച്ചിരി കുറവ് എന്ന് പറയുന്നത്, ആസിഫ് അലി കൂടെ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആള് കയറി വന്നത് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഫുൾ ഇത് എനിക്ക് കിട്ടിയെന്ന്. കാരണം എനിക്കിത് സംഭവിക്കാറുണ്ട്. മുമ്പ് ആൽബർട്സിൽ ഇതുപോലെ ജനഗണമന എന്ന സിനിമയുടെ പ്രൊമോഷന് പോയി. എന്നെയാണ് വിളിച്ചത്. ഞാനവിടെ ചെന്നപ്പോൾ പൃഥ്വിരാജും കൂടെ ഉണ്ടായിരുന്നു. ഫുൾ ആളെടുത്തുണ്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നെ ഒറ്റയ്ക്ക് ഒരിക്കൽ നിങ്ങൾ വിളിക്കണം. അപ്പോൾ ഇതായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സിനിമ ഓഗസ്റ്റ് 2 റിലീസാണ്.
എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. കാരണം വീട്ടിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള കഥാപാത്രങ്ങൾ, ഇതുപോലുള്ള വ്യക്തികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. നിങ്ങൾ ഓഗസ്റ്റ് 2-ാം തീയതി തിയേറ്ററിൽ ചെന്ന് കാണുക. ഒപ്പം ഈ എല്ലാ ഫ്രഷേഴ്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ശരിക്കറിയാലോ, ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും ജീവിതത്തിൽ നല്ല മെമ്മറീസൊക്കെ കിട്ടുന്നത്. കലാലയ ജീവിതമാണ്, പറയാതെ തന്നെ അറിയാം. നമ്മൾ അവിടെ നിന്ന് പുറത്തു പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഇതൊരു സന്തോഷമെന്നറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അത് മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രണയങ്ങളുണ്ടാവട്ടെ, നല്ല സൗഹൃദങ്ങളുണ്ടാവട്ടെ, സൗഹൃദമായിരിക്കട്ടെ നിങ്ങളുടെ ലഹരി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരച്ചെന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. സൂപ്പറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. താങ്ക് യു. റിക്വസ്റ്റ് ഉണ്ട്, ലാലേട്ടന്റെ വോയിസ് ഒന്ന് എടുക്കാം. ഇത് ആരുടെ റിക്വസ്റ്റ് ആയിരുന്നു? ഇത് ആരാ ചോദിച്ചത്? താങ്ക് യു. ആരായാലും ഇത് ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് എടുക്കാനൊരു ചമ്മലുണ്ട്. പുതിയ മിമിക്രി താരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളോട് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. കാരണം പുതിയ കലാകാരന്മാർ മിമിക്രിയിൽ അത്ഭുതങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും പഴയത് തന്നെ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാം മനസ്സിലാവുമല്ലോ അല്ലേ? ശരി, ഇത് നന്നായി കഴിഞ്ഞാൽ എൻ്റെ മെടുക്കും, കുഴപ്പമാണെങ്കിൽ സൗണ്ടിൻ്റെ പ്രശ്നമായിരിക്കും. 6-ാം തമ്പുരാൻ തന്നെ പോരെ? കൂടും കൂട്ടുമില്ലാത്ത പ്രവാസികൾ, വെള്ളാരം കല്ലുകളൊഴുകുന്ന ഒരു വേനൽ പകല് ഹാളിയാർപ്പിച്ചു. മിയ ഡാൻസിന്റെ ഹാളിൽ, ഘരാനകളുടെ ഹാളിൽ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങൾ, ദ്രുപതിന്റെ വിരയാറുന്ന വേദന കേൾക്കാൻ, ചെവിയോർക്കാൻ, ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മറയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തെണ്ടിയുടെ ഓട്ടക്കേശിൽ എന്തുണ്ട്? സബ്നോം കി സിന്ദഗി ജോ കഭി നഹീ കബൽ ഹോ ജാതി. ഞാൻ ഇനി ശരിയാക്കിക്കോളാം അടുത്ത വരവേ. അങ്ങനെ പോട്ടെ. ഇതിപ്പോ ഒരു ഇത്തിരി ചില്ലറ വാങ്ങിക്കൊണ്ട് ഒരു ഫ്രീ ആയിട്ടൊരു പരിപാടിയും കിട്ടിയില്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് മമ്മൂക്കയുടെ 2 ഡയലോഗ് കിട്ടി. ബാപ്പാക്ക് പണിയും കഴിഞ്ഞെടുത്ത് വിമാനത്തിന് വെച്ചെല്ലാം പക്ഷേ ബിലാല് ഇവിടെ ബിലാല് തന്നെ. ഇനി തിലകേട്ടന്റെ ശബ്ദം ആരും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട്, പക്ഷെ ഇതിനൊക്കെ പ്രതിവാരമായിട്ട് നിങ്ങൾ ഓഗസ്റ്റ് 2-ാം തീയതി അഡിയോ സമീകോ കേട്ടോ. തിലകൻ ചേട്ടൻ, അതായത് അവസാനം അദ്ദേഹം നാളുകളിൽ അഭിനയിച്ച സിനിമയാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പി. അതിൽ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് മനസ്സെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചല്ല. ഇനി അതിന് വേറെ മനസ്സ് കാണിച്ചു തരാൻ വേറെ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാ ശ്രദ്ധിച്ചു, അവസാന നാളുകൾ അലിമ്പ് വിറേ കണ്ടോ? റെഡി? തിലകൻ ചേട്ടൻ വിശന്നു വലഞ്ഞു കയറി വന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വയറ് നിറച്ച ആഹാരം തരാൻ കാണിച്ച പെണ്ണിന്റെ മനസ്സുണ്ടല്ല. ആ മനസ്സ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോ. ആ മനസ്സ് വിശന്നു വലഞ്ഞു കയറി വന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വയറ് നിറച്ച ആഹാരം തരാൻ കാണിച്ച പെണ്ണിന്റെ മനസ്സുണ്ടല്ല.
പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം. താങ്ക് യു. താങ്ക് യു സുരാജ് സർ. നമുക്ക് വേണ്ടിയിട്ട് എന്നെ ട്രോളുന്നതാണല്ലേ? ഇവര് രണ്ടുപേരും ആദ്യമായിട്ടാണ് ഒരു കോളേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. നഹാസിന്റെ ആദ്യത്തെ സിനിമയാണ്, ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയാണ്. ഒരു വലിയ കയ്യടി ഇവർക്ക് രണ്ടുപേരും. താങ്ക് യു.